ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ചുരുക്കം കുറച്ച് അപ്ഡേറ്റുകൾ പെട്ടെന്ന് പറയാം, പെട്ടെന്ന് പോവാ, അറിയാലോ. ആദ്യത്തെ അപ്ഡേറ്റ്, നിവിൻ പോളി കുറച്ച് കാലങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റുകളും തരാതെ പുള്ളി എന്താണ് ചെയ്യണത്, എവിടെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയില്ലായിരുന്നു. 7 കടൽ 7 മല എന്ന് പറഞ്ഞ തമിഴ് സിനിമ വരാനുണ്ടെന്നും അറിയാമായിരുന്നു. അതിന്റെ ട്രെയിലർ വന്നു, വേറെ ലെവലാണ്. പ്ലസ് നിലമ്പൂർ പാട്ടുത്സവത്തിലേക്ക് പുള്ളിക്കാരൻ വന്ന് പങ്കെടുക്കൊണ്ട് ചെയ്ത ഏറെക്കുറെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ നിവിൻ പോളി ഫാൻ പേജുകളിലൊക്കെ അതിന്റെ വിഷ്വൽസും വീഡിയോസും ഒക്കെ ഭയങ്കരമായിട്ട് കത്തിക്കറി നടക്കുന്നുണ്ട്. കാരണം പുള്ളി തടിയെ കുറച്ച് ആ ഒരു പ്രേമം ലുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വേണമെങ്കിൽ പ്രേമം 2 നേരെ കൊണ്ട് അഭിനയിപ്പിക്കാം. കറക്റ്റ് ഏകദേശം ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിനെ കുറിച്ചുള്ള വാർത്തകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ ചിത്രം വരുന്നു. തിരക്കഥ എഴുതുന്നത് കാർത്തിക് സുബ്ബരാജ് എന്നാണ് പറയുന്നത്. കാർത്തിക് സുബ്ബരാജ് ആണ് തിരക്കഥ എഴുതുന്നതെന്നാണ് പറയുന്നത്. തിരക്കഥ വീണ്ടും എടുത്തു പറയുന്നു. കാരണം ഇതിന് താഴെ കമന്റിൽ കുറെ ആൾ വന്നിരുന്നു, ഗെയിം ചേഞ്ചറിന്റെ കഥയും കാർത്തിക് സുബ്ബരാജ് തന്നെയാണ്, പക്ഷെ അതങ്ങട് എന്താ പറയാ, അത്രയും ചളി സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് നമ്മൾ കാർത്തിക് സുബ്ബരാജിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. 2 കാര്യങ്ങളാണ് പറയുള്ളത്. ഒന്ന്, കഥ നല്ല കഥ തന്നെ ആയിരിക്കും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, വളരെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു, പക്ഷെ ഡയറക്ഷൻ കൂടി കറക്റ്റ് ആവണ്ടേ. 2, അത് കഥയാണ്, തിരക്കഥയല്ല. ഇവിടെ തിരക്കഥയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ സീൻ ബൈ സീൻ എങ്ങനെ വരണം, എന്ത് വരണം എന്നൊക്കെ പുള്ളിന്റെ വിഷ്വലിൽ പുള്ളി എഴുതി വെച്ചിട്ടുണ്ടാവും. അത് അൽഫോൺസ് പുത്രനെ പോലെ ഒരു നല്ല സംവിധായകന് വളരെ നല്ല രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും പടം വരട്ടെ, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആ സിനിമയിൽ. അടുത്തത് തുടരും. തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് യാതൊരു തുടർച്ചയില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. മാത്രമല്ല, ആ പടത്തിന്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ലാലേട്ടൻ വിരോധികളോ അല്ലെങ്കിൽ തരുൺമൂർത്തി വിരോധികളോ അറിയില്ല, വളരെ എന്തൊക്കെയോ അച്ചടിച്ചു വിടുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, മറ്റേതാണ് മറിച്ചാണ്, അതാണ് ഇതാണ് ഇതാണ്, അങ്ങനെ പലതരം പറച്ചുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തരുൺമൂർത്തി തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു നിൽക്കുന്നത് ഇതാണ്: തുടരും എന്ന സിനിമ എത്രയും വേഗം ഇറക്കാൻ ഏറ്റവും ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതെന്റെ ഡ്രീമാണ്, എന്റെ സ്വപ്നമാണ്. ഓക്കെ, പുള്ളിക്കാരൻ തന്നെ ആദ്യം പറഞ്ഞു എന്റെ ഡ്രീം പ്രോജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ കാരണം പടം കുറച്ച് വൈകിയേ തിയേറ്ററിൽ വരൂ. എന്താണ് പ്രശ്നം? അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ ടീമിലുള്ള ഒരാളുടെ വിയോഗം, മരണമായിരുന്നു കാരണം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു. അദ്ദേഹം ചെയ്തിരുന്ന പല കാര്യങ്ങളിലും കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും അത് കോർഡിനേറ്റ് ചെയ്ത് ആദ്യം മുതൽ റെഡി ആക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ അതിന് അതിൻ്റെയുള്ള സമയം കൊടുക്കണം. അതിന് നമ്മൾ ആരാധകരും പ്രേക്ഷകരും തയ്യാറായാലേ പറ്റൂ. ഇനി നെഞ്ചും വിരിച്ചിറങ്ങി വരാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊരു നല്ല സിനിമയായിരിക്കും, ഉറപ്പ്. അതാണ് തരുൺമൂർത്തി പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യം. ഇപ്പൊ കുറെ ആളുകൾ ഇതിന്റെ താഴെയും പറഞ്ഞു നെഞ്ചും വിരിച്ചിറങ്ങി വരാമെന്നും പറയുന്നില്ല, പുള്ളിക്കാരനെ ആത്മവിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ അർത്ഥം അതാണോ? അല്ല, ഇതൊരു വൻ മാസ് ആയിട്ടുള്ള സാധനമാണ്, വലിയ സ്കെയിലിൽ വന്നിട്ടൊരു ബടാവമ്പൻ സിനിമയൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും അവകാശങ്ങളില്ല. പക്ഷെ ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നാ പറഞ്ഞു. എന്താ നല്ല സിനിമ? ഫീൽ ഗുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് ജോണർ ആണെങ്കിലും ആ ജോണറിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മോശമല്ലാത്ത സിനിമയായിരിക്കും എന്നുള്ള ഉറപ്പാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമല്ലേ. ലാലേട്ടനെ പോലെ ഒരാളെ നടനാക്കിയിട്ട് ചെയ്യുമ്പോൾ പുള്ളി നമ്മളോട് പറയണം ഇത് നല്ല സിനിമയായിരിക്കും, എന്നാൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വലിയ ഹൈപ്പൊന്നും ഉണ്ടാക്കി വെക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എന്റെ അർത്ഥം. അത് ആ രീതിയിൽ മനസ്സിലാക്കുക. അല്ലാതെ പുള്ളിക്ക് ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഈ പടം ചെയ്യാൻ പുള്ളി നിൽക്കൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഏ ഏ പൊന്മാൻ. പൊന്മാൻ എന്ന് പറഞ്ഞുള്ള സിനിമ നല്ല പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമയാണ്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു കോമഡി എന്റർടൈനർ, നല്ലൊരു ഫീൽ ഗുഡ് ഫീൽ ഒക്കെ തരാൻ പറ്റുന്ന ഒരു നല്ല സിനിമകൾ വളരെ റയർ ആയിട്ടാണല്ലോ അത്തരത്തിലുള്ള സിനിമകൾ വരാറുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സിനിമയാണെന്ന് എന്റെ വിശ്വാസം. എന്തായാലും ജനുവരി 30 പടം തിയേറ്ററിലേക്ക് എത്തും. ജനുവരി 23, അതായത് നാളെ 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 തന്നെ, അതെ നാളെ നമ്മുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് കാത്തിരിപ്പിനൊടുവിൽ ആ പടം നാളെ ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. അതിനുശേഷം ആ മാസം തന്നെ 30 വരാൻ പോകുന്നത് പൊന്മാൻ, സ്വർണ്ണമാൻ. അപ്പോ അത് വരുന്നുണ്ട്. ഒരു പൊന്നിൽ തീർത്ത പരിപാടി പോലെ തന്നെയാണ് ഇവിടെ പോസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബേസിൽ ജോസഫ് ഓഫ് കോഴ്സ്. ലാസ്റ്റ് വന്നുള്ള സിനിമയിൽ എനിക്ക് പുള്ളിക്കാരനെ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പ്രാവൻകുൾ ഷാപ്പ് നല്ല പ്രസന്റേഷൻ ആണെങ്കിലും കുറച്ചൊരു സ്ഥിരം പരിപാടി ആയി പോയോ എന്നുള്ള രീതിയിലൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലൊരു പരിപാടി ആയി പോയി. പൊന്മാനിൽ കുറച്ച് വ്യത്യസ്തമായ സാധനം കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിലുള്ള ആളുകളാണെങ്കിലും അമ്പാൻ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്പാൻ ശ്രദ്ധിച്ചാണോ തിരക്കഥ കേട്ടെന്നൊക്കെ നമുക്ക് പ്രാവശ്യം അറിയാം. അപ്പൊ അങ്ങനെ ഒരു പടം എന്തായാലും നല്ല പടം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. മാർക്കോ ഭയങ്കരമായ ഒരു ഓളം സൃഷ്ടിച്ച് ഒരുപക്ഷെ ഒരു
സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള ഒരു സിനിമ 100 കോടി ക്ലബ്ബ് കയറുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. 100 കോടി ക്ലബ്ബിൽ ഓൾറെഡി കയറിയിരുന്നു. മാത്രമല്ല ഒരുപാട് റെക്കോർഡാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിമുതൻ എന്ന് പറയുന്ന സാധാ നടൻ ഒറ്റയടിക്ക് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഫീലാണ് ഉള്ളത്. അത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആക്ഷൻ ഫിലിംസ് ഇനിയും പുള്ളിക്കാരൻ്റെ വരും എന്ന് തന്നെ തോന്നുന്നു. എന്തായാലും ആ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി അങ്ങനെ ഒരു സിനിമ കൊണ്ട് കൊടുക്കേണ്ട സംഭവമല്ല. അതിനോട് യോജിപ്പുണ്ടെങ്കിൽ പോലും അത് പിന്നീട് ഒരു കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉള്ള നടനാണ് ഉണ്ണിമുതൻ. അത്തരത്തിലുള്ള സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം 115 കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ബിസിനസ് ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നിട്ടുള്ളതാണ് 115 കോടി. നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം സാധാരണ ഒരു ഫാമിലി സിനിമയോ അല്ലെങ്കിൽ വെറും ഒരു മാസ സിനിമയൊന്നുമല്ല. വയലന്റ്, ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ മലയാളം ഫിലിം ഹിസ്റ്ററി. മേ ബി വൺ ഓഫ് ദി മോസ്റ്റ്, ദി മോസ്റ്റ് പറയാൻ പറ്റില്ല, എന്നാലും വൺ ഓഫ് ദി മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സാധാരണ ആൻഡ് സ്റ്റിൽ റോറിംഗ് ഓൺ 450+, 450-ലധികം സ്ക്രീനുകളിലാണ് വേൾഡ് വൈഡ്. മാർക്കോ ഈസ് അൺസ്റ്റോപ്പബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേ ബി അത് ശരിയാണ്, അൺസ്റ്റോപ്പബിൾ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴും സ്റ്റിൽ 450-ലധികം സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഹൗസ്ഫുൾ ആണോ അല്ലെന്നുള്ളതല്ല, പക്ഷെ അത് ഇപ്പോഴും ഓടുന്നുണ്ടെങ്കിൽ അതിന്റെ പവർ ഉണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ടുള്ള പോക്കിലാണ് പോകുന്നത്. അതിന് ശേഷം വന്നിട്ടുള്ള സിനിമകൾ 1-2 നല്ല സിനിമകൾ വന്നു, എസ്പെഷ്യലി രേഖാചിത്രമൊക്കെ. ഇപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിലും വേൾഡ് വൈഡ് ഇപ്പോഴും ഈ സാധനം റൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇത് ഈ ആക്ഷൻ ഫിലിംസ് അല്ലെങ്കിൽ വയലന്റ് ഫിലിംസ് എന്നൊക്കെ പറയുന്നതിന് ഭാഷ ഒരു പ്രശ്നമല്ലല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ആക്ഷന് സാധ്യതകളുണ്ട്, സ്ഥാനമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കൊറിയൻ ഫിലിം ഒക്കെ ഭയങ്കരമായിട്ടുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതും ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. നെക്സ്റ്റ്, ദാവീദ്. ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ടീസർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു പക്ഷെ കാത്തിരിക്കുന്നത് ട്രെയിലറിനാണ്, ടീസറിനില്ല. എന്നാലും ടീസർ ആണെങ്കിലും അല്പ സമാധാനമുണ്ട്. അപ്പൊ ദാവീദിന്റെ ടീസറിന് ഇത്രമാത്രം കാത്തിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 2 കാരണമാണ്. എപ്പോഴും 2 കാരണങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം ഈ ആന്റണി വർഗീസ് പെപ്പെ, എസ്പെഷ്യലി നമ്മുടെ RDXന് ശേഷം പഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പഞ്ച്, അത് ഭയങ്കരമായിട്ട് ആ സിനിമ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വരും. ഇപ്പൊ ബോക്സിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിം കൂടി ആകുമ്പോൾ അതും ഏകദേശം 90% പക്ക ഒരു ബോക്സിംഗ് ഫിലിം എടുത്താൽ അത്തരത്തിലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സിനിമയാണെങ്കിൽ അതും പെപ്പെ നായകനായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല പഞ്ചുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ സാധ്യതയായിട്ട് കാണുന്നത്. 2, ഈ പറഞ്ഞ പോലെ ഒരു ബോക്സിംഗ് ഫിലിം മലയാളം ഫിലിമിൽ, മേ ബി ഇന്ത്യൻ ഫിലിംസിൽ ഉണ്ട് കേട്ടോ. എന്നാലും മലയാളത്തിൽ അങ്ങനെ അധികം ബോക്സിംഗ് മാത്രം പ്രധാന തീമായിട്ട് അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഒരു ബോക്സറുടെ ലൈഫ് പറയുന്ന, ഒരു പ്രൊഫഷണൽ ബോക്സറുടെ ലൈഫ് പറയുന്ന അത്തരത്തിലുള്ള സാധനം അങ്ങനെ വന്നിട്ടില്ല. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. എന്തായാലും ടീസർ ടുമോറോ 6 PM, അതായത് ഇന്നലെ വന്നതാണ്, ഇന്ന് 6 മണിക്ക് ഇതിന്റെ ടീസർ വരും. കട്ട വെയിറ്റിംഗ് ആണ്. ഇവർ പറഞ്ഞ പോലെ ഏത് രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ലൊരു പഞ്ച് കാണാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ദാവീദിന്റെ ആ ടീസർ വരട്ടെ, റിയാക്ഷൻ നമ്മൾ ചാനൽ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സ്റ്റേ ട്യൂൺ. അടുത്തത് തീപ്പൊരി കോംബോ എന്നൊരു കോംബോ വരുന്നുണ്ട്. അത് ഉണ്ട, എന്തുണ്ട, പാലുണ്ട, മതുണ്ട, റവ ഉണ്ട, മസാല ബൊണ്ട, അങ്ങനെ ഏതോ ഒരു ഉണ്ട എന്ന് പറഞ്ഞ സിനിമയല്ല, നമ്മുടെ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഉണ്ട. അടിപൊളി സിനിമയായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം, ഉണ്ടയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും ഒന്നിക്കുന്ന ചിത്രം ചർച്ചയിൽ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ഇതിലൊരു പ്രധാന റോളിൽ ടൊവിനോ തോമസ് വരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മമ്മൂക്കയും ടൊവിനോ തോമസും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വൻ സംഭവമായിരിക്കും സംഭവിക്കുക. കാരണം മമ്മൂക്കയും ടൊവിനോയും വന്നിട്ടില്ല. ലാലേട്ടൻ പക്ഷെ വന്നിട്ടുണ്ട്, കൂതറയിൽ വന്നിട്ടുണ്ട്, അതല്ലാതെ ഇപ്പൊ എംപുരാനിൽ വന്നിട്ടുണ്ട്, ലൂസിഫറിൽ വന്നിട്ടുണ്ട്, എംപുരാനിൽ വരും. മമ്മൂക്കയും അവരുള്ള കോംബോ ഭയങ്കരമായിരിക്കും. മാത്രമല്ല ഖാലിദ് റഹ്മാന്റെ ഫ്രെയിംസിന്റെ ഒരു ഭംഗി ഭയങ്കരമാണ്. ഉണ്ടയാണെങ്കിലും എന്ത് രസമായിട്ട് ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാസിക് ഫീലുള്ള, എന്നാൽ അതിൽ ത്രില്ലിംഗ് മൊമെന്റ്സ് കൊണ്ടുവന്നിട്ടില്ല, നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഉണ്ടാന്ന് പറയുന്നത്. മാത്രമല്ല ഖാലിദ് റഹ്മാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ മമ്മൂക്കനെ വെച്ച് വീണ്ടും അദ്ദേഹം ഒരു പടം ചെയ്യുന്നു, അത് ചർച്ചയിലുണ്ട്. മാത്രമല്ല അതിലേക്ക് ടൊവിനോ തോമസ് വരുന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ടൊവിനോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഖാലിദ് റഹ്മാനും മമ്മൂക്കും വീണ്ടും ഒരു പടം ചെയ്യാന്ന് പറയുമ്പോൾ അതും ഉണ്ടയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര പ്രതീക്ഷ തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഇത്രയും പറഞ്ഞ അപ്ഡേറ്റുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ